ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണുള്ള 17.4 അപ്ഡേറ്റ്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള 17 അപ്ഡേറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അപ്ഡേറ്റ് തന്നെയാണ് 17.4. അതിപ്പം ഫീച്ചേഴ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളല്ല, പെർഫോമൻസ് ആയാലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി, ബഗ് ഫിക്സസ്, ഈവൻ ബാറ്ററിയുടെ കാര്യം പറഞ്ഞാൽ പോലും മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നൊരു അപ്ഡേറ്റ് തന്നെയാണ് 17.4. പക്ഷേ എങ്കിൽ കൂടെയും വളരെ റീസെൻ്റ്ലി നമ്മൾ ചെയ്തിട്ടുള്ള ഫോളോ അപ്പ് വീഡിയോ 17.4ൻ്റെ ഈ ഒരു ഫോളോ അപ്പ് വീഡിയോയിൽ താഴെ കമൻസിൽ അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് ആയിട്ടും വരുന്ന ചില യൂസേഴ്സിന് നേരിടുന്ന ബാറ്ററി സംബന്ധമായിട്ടുള്ള, അതായത് ബാറ്ററി ഡ്രെയിൻ സംബന്ധിച്ചുള്ള ധാരാളം കമൻസ് ആണ് ഞാൻ കണ്ടത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ബാറ്ററി ഡ്രെയിനിങ് ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പം വളരെ റീസെൻ്റ്ലി പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മൾ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യണോ, വൈഫൈ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. സോ വൈഫൈ ആണെങ്കിലും മൊബൈൽ ഡാറ്റ ആണെങ്കിലും ഇതിലൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് മൊബൈലോ അല്ലെങ്കിൽ വൈഫൈയോ ഉപയോഗിച്ചുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഈ ഒരു അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പിളാണ്. ഓക്കെ, അതിപ്പോൾ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചാണെങ്കിലും വൈഫൈ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ അതിനുള്ളൊരു മാർഗ്ഗം മാത്രമാണ് ഈ പറഞ്ഞ വൈഫൈയും മൊബൈൽ ഡാറ്റയും എന്ന് പറയുന്നത്. പകുതി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ബാക്കി പകുതി പിന്നീട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടിയല്ല. കംപ്ലീറ്റ് പാക്കേജ് ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ വൈഫൈ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് ഫോണിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഐട്യൂൺസ് ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ലാപ്പും കമ്പ്യൂട്ടർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഐട്യൂൺസ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുക. ഇനിയും ലാപ്പും കമ്പ്യൂട്ടറും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നോ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ ബോറോ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചും ചെയ്തു നോക്കുക. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഡിവൈസ് ഒന്നെങ്കിൽ ഐക്ലൗഡിലോ അല്ലെങ്കിൽ ഐട്യൂൺസിൽ ഉപയോഗിച്ചോ നിങ്ങൾ ബാക്കപ്പ് ചെയ്തിട്ട് മാത്രം ഇത് ചെയ്യുക. ഐട്യൂൺസ് ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ രണ്ടാമത്തെ കാര്യമാണ്, നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മൾ വെയിറ്റ് ചെയ്യുക. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു വിചാരം എന്ന് പറയുന്നത് അപ്പം തന്നെ നമുക്ക് ആ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാറ്ററിയുടെ വ്യത്യാസങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അത് തികച്ചും ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ആക്ച്വലി അതങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓരോ അപ്ഡേറ്റ് നമ്മുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് നടക്കും. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഇൻഡെക്സിങ്ങും കുറേ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്ങും കുറേ അധികം ഫങ്ഷണാലിറ്റീസ്, അതായത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള യാതൊരു സെറ്റിങ്സിലോ ഓപ്ഷൻസിലോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബാറ്ററി അല്ലെങ്കിൽ ഇതുപോലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിയുമ്പം നിങ്ങൾ ബാറ്ററി ഹെൽത്തിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞതായിട്ട് പലരും പറയുന്നൊരു കാര്യം അതാണ്. അതുകൊണ്ടാണ് ഓരോ അപ്ഡേറ്റ് വന്നു കഴിയുമ്പോഴും നമ്മുടെ ഈ ഒരു ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പം റിഡക്ഷൻ ഉണ്ടാകും. ഇത് ഐഫോൺ 15 Pro നമ്മൾ 6 മാസത്തോളമായി യൂസ് ചെയ്യുന്നത്, ഇപ്പം 99% ആണ് ബാറ്ററി ഹെൽത്ത്. എന്നാൽ ഇതേ സമയം 15 സീരീസിലുള്ള ബ്രാൻഡ് ന്യൂ ഡിവൈസുകൾ എടുത്ത പല യൂസേഴ്സിനും ഇപ്പോൾ തന്നെ 97%, 98% ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് 17.4 അപ്ഡേറ്റ്, ഈ ഒരു അപ്ഡേറ്റ് മുതൽ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ആപ്പിൾ ഈ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ബാറ്ററി ഹെൽത്ത് എന്നുള്ളത് നോർമൽ എന്നും കൊടുത്തിട്ടുണ്ട്, മാക്സിമം കപ്പാസിറ്റിയാണ് ഇനി മുതൽ 99% എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്തിൻ്റെ ആക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അതോടൊപ്പം 15 സീരീസിൽ മാത്രം, ഐഫോൺ 15 സീരീസിലുള്ള 4 മോഡൽസിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സൈക്കിൾ കൗണ്ടും മാനുഫാക്ചറിങ് ഡേറ്റും ഫസ്റ്റ് യൂസും കാണാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയുള്ള ഡിവൈസുകളിൽ നിലവിലത്തെ അപ്ഡേറ്റിൽ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ യൂസേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബാറ്ററി ഹെൽത്തിൻ്റെ കപ്പാസിറ്റി ഇവിടെ 96ഓ 95ഓ 94ഓ ആയാലും ഈ ഒരു ബാറ്ററി ഹെൽത്ത് എന്നുള്ള എഴുതിയേക്കുന്നത് അത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, അതായത് നോർമൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇതിൽ അടുത്ത കാര്യമാണ്, നിങ്ങൾക്ക് അൺഈവൻ ആയിട്ട്, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്നതിൽ കൂടുതൽ ബാറ്ററി ഹെൽത്ത് നിങ്ങൾക്ക് കുറയുന്നുണ്ട് എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ബ്രാൻഡ് ന്യൂ ഡിവൈസുകളിൽ ഇപ്പം പറഞ്ഞ 15 സീരീസിലൊക്കെ പെട്ടെന്ന് തന്നെ 96-95% ഒക്കെ ഡൗൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ റുട്ടീൻ യൂസേജ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന രീതികൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ കാണിക്കുന്നുണ്ടോ? ഈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് ഡിവൈസ് ഹീറ്റ് ആകുമ്പോൾ, അതായത് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഡിവൈസ് ഹീറ്റ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാറ്ററി ഹെൽത്തിനെ അത് ബാധിക്കും. 2, ഗെയിം കളിക്കുമ്പോൾ, നമ്മൾ ഗെയിമോ അല്ലെങ്കിൽ എന്ത് ടാസ്ക് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഡിവൈസ് ചാർജ് ചെയ്തിട്ടുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ബാറ്ററി ഹെൽത്തിനെ ഉറപ്പായിട്ടും ബാധിക്കും. സോ ഹീറ്റിംഗ് സംബന്ധമായിട്ടുള്ള, എസ്പെഷ്യലി ചാർജ് ചെയ്യുന്ന സമയത്ത് ഹീറ്റിംഗ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ കേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കേസ് റിമൂവ് ചെയ്തിട്ട് ഫോൺ ചാർജ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഡിവൈസ് ചാർജ് ചെയ്യുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള ഹീറ്റ്, അതായത് ചുട്ടുപൊള്ളുന്ന രീതിയിലുള്ള ഹീറ്റല്ല, മൈൽഡ് ആയിട്ടുള്ള ഹീറ്റാണ് നമ്മുടെ ഡിവൈസിൽ ഉണ്ടാകുന്നതെങ്കിൽ അത് നോർമലാണ്. മൂന്നാമത്തെ കാര്യം, നമുക്ക് നോർമലി മൈൽഡ് ആയിട്ടുള്ള ഹീറ്റിനേക്കാൾ കൂടുതൽ നമ്മുടെ ഡിവൈസ് ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ചാർജ് ചെയ്യുന്ന റൂം, അതായത് നമ്മുടെ ഇപ്പം കേരളത്തിൽ അറിയാം, നമുക്ക് ഓരോ ദിവസം
35-36 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ചൂട് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ബെറ്റർ വെന്റിലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ വെന്റിലേഷൻ ഉള്ള ഒരു സ്പേസിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് കൊണ്ടുപോയി നമ്മൾ ഫോൺ ചാർജ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട്, അങ്ങനെ ഹീറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ഡിവൈസ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡിവൈസിൽ ആ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ചാർജ് ചെയ്യുക. സോ അങ്ങനെ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഗുണമേ ഉള്ളൂ. കാരണം എന്തെങ്കിലും സോഫ്റ്റ്വെയർ എന്തെങ്കിലും ബഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പരിധി വരെ റെഡി ആകാനുള്ള അല്ലെങ്കിൽ സോൾവ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. നാലാമത്തെ കാര്യമാണ്, നമ്മൾ ചില ആളുകളെങ്കിലും ഇപ്പോഴും ബെയ്റ്റ OS റൺ ചെയ്യുന്നവരുണ്ടാകാം. അതായത് നമ്മുടെ സെറ്റിംഗ്സ് ഓപ്ഷനിൽ പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ബെയ്റ്റ റൺ ചെയ്ത് ഈ ബെയ്റ്റ അപ്ഡേറ്റ്സ് നിങ്ങൾ പബ്ലിക്കോ ഡെവലപ്പർ ബെയ്റ്റോ നിങ്ങൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും അത് റിമൂവ് ചെയ്യുക. അത് ഓഫ് കൊടുത്താൽ മതി. ഓഫ് കൊടുത്തതിന് ശേഷം നിങ്ങൾ അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ, അതായത് ഇനി വരാൻ പോകുന്നത് 17.4.1 അപ്ഡേറ്റ് ആയിരിക്കും. സോ ആ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് നോർമൽ ഉള്ള അപ്ഡേറ്റ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ബെയ്റ്റ OS എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് OS ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് കുറേയധികം ബഗ്ഗുകളും പ്രോബ്ലംസും ഇഷ്യൂസൊക്കെ കാണാം. സോ അത് നമ്മളുടെ ഡെയിലി ഉള്ള യൂസേജിനെ അല്ലെങ്കിൽ നോർമൽ ഫോൺ യൂസേഴ്സിനെ അത് ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഡ്രെയിനിങ് ഉണ്ടാകാം. ഇതിൽ അടുത്ത കാര്യമാണ്, നമുക്ക് ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിയുമ്പോഴും ഏറ്റവും കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ വരുന്നത്. അതായത് നമ്മളെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതും നമ്മൾ അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നതായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ ഫോണിൽ കാണും. സോ അനാവശ്യമായിട്ട് നിങ്ങൾ ഒട്ടും യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ നിങ്ങളുടെ ആപ്പ് ലൈബ്രറി പോയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓരോ കാറ്റഗറി വൈസ് കൊടുത്തിട്ടുണ്ട്. സോ ആ കാറ്റഗറീസിൽ പോയിട്ട് നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയുക. ഒന്ന്, അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്റ്റോറേജ് ക്ലിയർ ചെയ്യാം. രണ്ട്, അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ഐഫോണിൽ കിടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആ ഒരു ആപ്ലിക്കേഷൻ അനാവശ്യമായിട്ട് എന്തെങ്കിലും ഡാറ്റ ഫെച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് ഈ പറഞ്ഞ ബാറ്ററി ഡ്രെയിനിങ് തടയാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് 1-2 ദിവസമൊക്കെ നോക്കിയിട്ടും ബാറ്ററി ഡ്രെയിനിങ്ങിൽ കുറവില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഏത് സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ് സെറ്റിംഗ്സിൽ പോവുക, ജനറൽസിൻ്റെ ഓപ്ഷനിൽ പോവുക, ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഓപ്ഷനിൽ റീസെറ്റ് ഓൾ സെറ്റിംഗ്സ്. ഈ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റയോ സിമ്മോ ഇതൊന്നും നഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണമായിരിക്കും. കുറേയധികം മാറ്റം ബാറ്ററിയുടെ കാര്യത്തിലായാലും ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ബഗ്ഗുകളുടെ കാര്യത്തിലാണെങ്കിലും കുറേയധികം മാറ്റം നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചെയ്യുന്നതിലൂടെ വരും. സോ ആ ഒരു ഓപ്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ബാറ്ററി ഡ്രെയിനിങ് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് സെറ്റിംഗ്സ് ആണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് സെറ്റിംഗ്സിൽ പോവുക. അതിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിൽ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം അനാലിറ്റിക്സ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ്. സോ 17.4 അപ്ഡേറ്റിന് ശേഷം ഇതിൽ നമുക്ക് പുതിയൊരു ഓപ്ഷൻ വന്നേക്കുന്നതാണ് ഇംപ്രൂവ് AR ലൊക്കേഷൻ ആക്യുറസി. ഇത് നിങ്ങളുടെ ഡിവൈസിൽ എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്യുക. കാരണം അത് എനേബിൾ ചെയ്തിട്ടാൽ ബാറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ ഡ്രെയിൻ ആകുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പറ്റുന്ന സമയങ്ങളിൽ, അതായത് നിങ്ങളിപ്പം വീട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവിടെ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈഫൈയിലേക്ക് സ്വിച്ച് ചെയ്യുക. അതായത് മൊബൈൽ ഡാറ്റ ഒഴിവാക്കി വൈഫൈയിലേക്ക് സ്വിച്ച് ചെയ്യുക. അത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി വൈഫൈനേക്കാൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് മൊബൈൽ ഡാറ്റയിലാണ്. സോ മൊബൈൽ ഡാറ്റ നിങ്ങൾ എസ്പെഷ്യലി 5G ആണ് എനേബിൾ ചെയ്തേക്കുന്നെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിൽക്കുന്ന നിപ്പിലായിരിക്കും ബാറ്ററി ഡ്രെയിൻ ആകുന്നത്. സോ അത് ഓഫ് ആക്കുക. 5Gയുടെ ആവശ്യമില്ല, ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങൾ 5G യൂസ് ചെയ്യുക. അതിന് നമുക്കിവിടെ ഇതുപോലത്തെ ഓരോ ഷോർട്ട് കട്ടുകളുണ്ട്. സോ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് 5G അല്ലെങ്കിൽ LTE സ്വിച്ച് ചെയ്യാൻ സാധിക്കും. സോ 5G നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാറ്ററി ഡ്രെയിനിങ് ഒരു പരിധി വരെ നമുക്കിപ്പോൾ ഉള്ളതിനേക്കാളും ബെറ്റർ ആക്കാൻ സാധിക്കും. നമ്മുടെ ഡിവൈസിൻ്റെ ഓവറോൾ ബാറ്ററിയുടെ പെർഫോമൻസും അതോടൊപ്പം ബാറ്ററി ഹീറ്റ് ആകുന്നുണ്ടെങ്കിലും ബാറ്ററിയുടെ ഡ്രെയിനിങ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.